യൂട്യൂബർ തൊപ്പി എന്ന് വിളിക്കുന്ന നിഹാദും അയാളുടെ സുഹൃത്തുക്കളായ എതിർചേരിയിലുള്ളവരും തമ്മിലുള്ള സംവാദം യൂട്യൂബിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറി അഭിഷേകമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത്. കുട്ടികളെ ആണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതിൽ തൊപ്പിയുടെ കാഴ്ചക്കാരും ഭൂരിപക്ഷം ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്, സ്കൂൾ കുട്ടികളാണ്. അതിന് തൊപ്പി ഇതിനകത്ത് ഇറക്കിയിരിക്കുന്ന ടെക്നിക്ക് അയാൾ എതിർ ഗ്രൂപ്പുകളുമായിട്ടുള്ള സംവാദം, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, അതിനകത്ത് പോക്സോ കേസുകളെ പറ്റി സംസാരിക്കുക, നാർക്കോട്ടിക് കാര്യങ്ങൾ വിശദീകരിക്കുക, MDMA ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പറയുക, മാനസിക പീഡനം ഇവരെ നടത്തുന്നവരുടെ കാര്യങ്ങൾ പറയുക, ശാരീരിക പീഡനം എങ്ങനെ നടത്തുന്നതൊക്കെ വിവരിക്കുക, അശ്ലീലങ്ങൾ പദപ്രയോഗങ്ങൾ നടത്തുക, ഈ സൈബർ കുറ്റങ്ങളെപ്പറ്റി വിവരിക്കുക. ഇങ്ങനെ വേണ്ടാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉപദേശരൂപി പറഞ്ഞ് സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയും അവർ തമ്മിലുള്ള കുഴപ്പം പറയുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് കണ്ടത്. ഇതൊരു രാജ്യദ്രോഹകരമായ പ്രവൃത്തി തന്നെയാണ്. ശ്രീജിത്ത് പെരുമന ഇത് കണ്ടിട്ട് അദ്ദേഹം DGPക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിനെതിരെ അതിശക്തമായ നടപടി എടുക്കണമെന്നാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന DGPക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. ഏതായാലും ശ്രീജിത്ത് പെരുമനെ അഭിനന്ദിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഇത് ശ്രദ്ധിക്കുകയും ഇതിൻ്റെ ഉണ്ടാകുന്ന ദൂഷ്യങ്ങളെ പറ്റിയൊക്കെ വിവരിക്കുന്നുണ്ട്. അതിന് നിയമപരമായ നടപടി എടുക്കണമെന്നാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന DGPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. DGP ഇത് കണ്ടിരിക്കുന്നു, അടിയന്തര നടപടിക്ക് ഉത്തരവിടുകയും ചെയ്തു. ഇതിനകത്ത് ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ കുട്ടികളെ വളച്ച് ക്രിമിനലാക്കുന്ന ഒരു സംഭാഷണ ശൈലി ഈ തൊപ്പി എന്ന് വിളിക്കുന്ന മഹാൻ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർ സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന രീതിയിൽ പറയുകയാണെങ്കിലും സമൂഹത്തിലുള്ള കുട്ടികളെ എങ്ങനെ വഷളാക്കാം, എങ്ങനെ അവർ സാമൂഹികമായ നമ്മുടെ ഇതുവരെയുള്ള പിടിപാടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് എങ്ങനെ, വീട്ടിൽ സൂക്ഷിക്കുന്ന കഞ്ചാവ് ലഹരി മരുന്നുകൾ പോലീസ് പിടിച്ചാൽ അത് ഞാൻ ഉപയോഗിച്ചെങ്കിൽ വലിച്ചെങ്കിൽ മാത്രമല്ലേ പിടിക്കാൻ ഒക്കുള്ളൂ, എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചത് ഞാൻ കുറ്റക്കാരൻ, ഇങ്ങനെയുള്ള യുക്തികളും ഇതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇത് അടിയന്തരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ അകത്ത് ഇടപെടണം, ഇതിന് കേസെടുക്കണം. ഈ തൊപ്പിയെയും അതിൻ്റെ എതിർചേരിയിലുള്ളവരെയും അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാപ്പ കേസിനകത്ത് ഇവരെ അറസ്റ്റ് ചെയ്യണം. കാരണം ഇവർക്ക് പല കേസുകൾ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് വിശദമായിട്ട് ഇതേപ്പറ്റി ചിന്തിക്കണം പൊതുജനങ്ങൾ. കാരണം നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെ ക്രിമിനലാക്കുന്ന തന്ത്രമാണ് യുവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അടിയന്തരമായിട്ട് ഇതിനകത്ത് സർക്കാർ ഇടപെടണം. അതുപോലെ DGPൻ്റെ അകത്ത് നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. ശ്രീജിത്ത് പെരുമന ഇത് വാച്ച് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു. കാരണം അതിന് നടപടിയെടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് പോലീസ് ചെയ്യേണ്ടത്, കാരണം ചെറിയ വകുപ്പൊക്കെ വെച്ച് ഇവന്മാർ 6-7 കേസൊക്കെ എടുത്ത് ഊരിയൊക്കെ പോയി. കാരണം അതിനകത്ത് ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ പോയെങ്കിലും അതിൽ നിന്നൊക്കെ അയാൾ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. നമുക്ക് ഇയാളെ ഉടൻ തന്നെ ഇയാളുടെ എതിർകക്ഷികളെയും ആ ഗ്രൂപ്പിൽ രണ്ടിനകത്തും ചേർന്നിരിക്കുന്ന പയ്യന്മാരെ അതിനകത്ത് 18 വയസ്സ് കഴിഞ്ഞെങ്കിൽ അവരെ കാപ്പ കേസിനകത്ത് അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്യണം. കാരണം പല കേസുകളും അവർക്കുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് രാജ്യദ്രോഹം, സെഡീഷനാണ്, രാജ്യദ്രോഹം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെ അവരെ അക്രമികളാക്കുന്നു, അവരെ ക്രിമിനലാക്കുന്നു, അങ്ങനെ ഒരു വാസന അവരെ ബുദ്ധിയിൽ കുത്തിവെക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് 124A സെഡിഷൻ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വരും തലമുറയെ മലിനമാക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് അത് നിലനിൽക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും വർഷങ്ങളോളം ഇവർ അകത്ത് കിടന്നോളും. 124A സെഡിഷൻ ഇതിനകത്ത് ഇടണം. മറ്റൊരു കാര്യം, ഇതിനകത്ത് ഇവർ തമ്മിലുള്ള ഈ വികലമായ സംഭാഷണങ്ങൾ, അതിനകത്ത് ചില സെക്ഷുവലായിട്ടുള്ള ആക്ഷനെ ബ്ലർ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന നടപടിയാണ് യുവന്മാർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു 120B ക്രിമിനൽ കോൺസ്പിറസി
ഈ രണ്ട് കൂട്ടരുമുണ്ട്. അപ്പോൾ അവർ രണ്ട് കൂട്ടരും ചേർന്ന് ഒരു ക്രിമിനൽ കോൺസ്പിറസിക്കൂടെ നമ്മൾ ഇടണം. 2-3 ഗ്രൂപ്പ് അതിൻ്റെ അകത്തുണ്ട്. അവർ സംസാരിക്കുന്നതെല്ലാം ഇല്ലീഗലായ ആക്റ്റുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 120B ഇടണം. അതുപോലെ കുട്ടികളെ മറ്റ് ഇതിനകത്ത് ഒരു സോഷ്യലായിട്ട് അവർക്ക് ഇന്നുള്ള നമ്മുടെ അവസ്ഥയിൽ നിന്ന് മാറ്റി ക്രിമിനലാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിന് ഒരു അബറ്റ്മെൻറ്റ് പ്രേരണ കുറ്റവും ഇതിനകത്തുണ്ട്. ഈ സംഭാഷണം കൊണ്ട് ഇവർ തൊപ്പിയിൽ ഒത്തിരി ആൾക്കാർ കാണാനുള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് കാണുന്നുണ്ട്, ഒരു പ്രേരണ കുറ്റം വരുന്നു, അബറ്റ്മെൻറ്റ് വരുന്നുണ്ട് 107. അപ്പോൾ 107 IPCയും 120Bയും ക്രിമിനൽ കോൺസ്പിറസിയും അതുപോലെ സെഡീഷൻ രാജ്യദ്രോഹമാണിത്. നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്ന പ്രവൃത്തികളാണ് കാണിക്കുന്നുണ്ട്. ഈ 3 വകുപ്പും ചേർത്ത് അടിയന്തരമായിട്ട് FIR ഇടണം. DGP ഇതേപ്പറ്റി അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കണം. ഇത് സെഡീഷനാണ്, ഇവിടെ രാജ്യദ്രോഹകരമാണ്, നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഗ്രൂപ്പിനകത്തുള്ളവരെല്ലാം അവരോടൊപ്പം ചേർന്നവരെ മുഴുവൻ അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്യണം. അവരിനി സമൂഹത്തിലോട്ട് ഇറങ്ങണ്ട, വർഷക്കണക്കിന് അവിടെ കിടക്കട്ടെ. അങ്ങനെയുള്ള വകുപ്പ് വെക്കണമെന്നാണ് ഞാനിത് പറയുന്നത്. അടിയന്തരമായിട്ട് അതിലേക്ക് നടപടികൾ വരുമ്പോൾ താമസിക്കുന്നതുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് ഇവയൊക്കെ 6-7 കേസുള്ളതുകൊണ്ട് കാപ്പ കേസ് നിലനിൽക്കും. ഇത് മുഴുവൻ കാപ്പയുടെ പശ്ചാത്തലത്തിൽ ഇത് മുഴുവൻ പറയുകയും ചെയ്യണം. അവരെ ഇമ്മീഡിയറ്റായിട്ട് അറസ്റ്റ് ചെയ്യണം. ചെറിയ ചെറിയ വകുപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള 2 വർഷം 3 വർഷം ശിക്ഷയുള്ളതൊക്കെ അവരൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി ആ ട്രയൽ ഫേസ് ചെയ്യും. അതിനുള്ള സാമ്പത്തിക വരുമാനം അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് പോലീസ് ചെയ്യേണ്ടത് ഒരു 124A സെഡീഷൻ രാജ്യദ്രോഹം തന്നെ എടുക്കണം. ഒറ്റ വകുപ്പ് മതി, അകത്ത് പൊക്കോളും എല്ലാവരും. കാരണം അതങ്ങനെ പോലീസ് എഴുതാൻ പഠിക്കണം കുറ്റച്ചാർജ്. കാരണം സമൂഹത്തിലെ കുട്ടികളെ, വളർന്നു വരുന്ന കുട്ടികളെ, ഇളം തലമുറയെ, 30-35 വയസ്സിനകത്തുള്ള കുട്ടികളെ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ കൂടെ അവരെ അഡ്വൈസ് ചെയ്ത് അവരെ സമൂഹത്തിലെ കുറ്റവാളികളാക്കി കൺവെർട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് സെഡീഷൻ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്.